വീട്ടിൽ ആരുമില്ലായിരുന്നപ്പോൾ നടന്ന സംഭവം എന്ന ഒരു സ്റ്റോറി കഴിഞ്ഞ തവണ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. അത് കേട്ടതിന് ശേഷം ഈ സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിയുടെ ബാക്കി ഭാഗം കേൾക്കാം. ചേച്ചിയുടെ ഹസ്സിനോടുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിൽ കിടന്ന് വലുതായി. എങ്ങനെയും പുള്ളിയുമായി ഒരു തവണയെങ്കിലും എല്ലാം അറിയണം എന്ന ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു അവസരത്തിനായി ഞാൻ കാത്തിരുന്നപ്പോഴായിരുന്നു എനിക്ക് ഒരു PSC എക്സാം എഴുതാനായി ദൂരെ പോകേണ്ടതായി വന്നത്. എന്നെ കൊണ്ടുപോകാനായി ചേച്ചിയുടെ ഹസ് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി വന്നു. അങ്ങനെ ആ ദിവസത്തേക്കുള്ള എൻ്റെ കാത്തിരിപ്പ് തുടങ്ങി. ആ ദിവസം ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തു വെച്ചു. കാലിൽ ഒട്ടിക്കിടക്കുന്ന ഒരു സ്കർട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതിടുമ്പോൾ ശരീരത്തിൻ്റെ ഷേപ്പ് നന്നായി അറിയുവാൻ സാധിക്കും. നല്ല സിൽക്കിൻ്റെ ഒരു സ്കർട്ടാണ്. എൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ട് ആ സ്കർട്ടിൽ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചു. ആ ദിവസത്തിനായി കാത്തിരുന്നു. ഞാൻ കാത്തിരുന്ന ദിവസം നാളെയാണ്. ഇപ്പോൾ സമയം രാത്രി 11 കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടുത്ത ദിവസത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് മുഴുവനും. ഞാൻ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. വലിയ കണ്ണാടി ആയതിനാൽ എൻ്റെ കാൽ മുതൽ മുകൾ വരെ കണ്ണാടിയിൽ കാണാമായിരുന്നു. ഞാൻ എൻ്റെ താഴോട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിന്തിച്ചു, നാളെ എന്നെ ഒരാൾ തൊടും. എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ ഇതുവരെ അറിയാവൂ. നാളെ ഞാൻ എന്താ എന്ന് വേറൊരാൾ കൂടെ അറിയാൻ പോകുന്നു. രാവിലെ ആയപ്പോൾ പുള്ളി നേരത്തെ എത്തി. ആ സമയം ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുകയായിരുന്നു. പുറത്ത് അയാളുടെ സംസാരം ഞാൻ കേട്ടു. ഞാൻ സ്കർട്ട് ഇടുന്ന സമയം ഞാൻ ചിന്തിച്ചു, ഇന്ന് ഈ സ്കർട്ട് അഴിക്കുന്നത് അയാളായിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്കർട്ടിട്ടു, നന്നായിട്ട് ഒരുങ്ങി. പുറത്ത് വന്നപ്പോൾ പുള്ളി വീടിൻ്റെ പുറത്തിരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ പുള്ളിയുടെ കണ്ണുകൾ എൻ്റെ താഴേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കണ്ണുകൾ എൻ്റെ സ്കർട്ടിലോട്ട് പതിഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. 3 മണിക്കൂർ വേണം എക്സാം നടക്കുന്ന സ്ഥലത്തെത്താനായി. അത് കണക്കാക്കി നേരത്തെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാറിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ കാറിൻ്റെ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, എല്ലാം പഠിച്ചോ? ഇല്ല, കുറച്ചൊക്കെ നോക്കി. കുറേ ദൂരം കൂടി കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, കഴിഞ്ഞ തവണ നിന്നെ പഠിപ്പിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനത് ഒരിക്കലും മറക്കില്ല. ഞാൻ പറഞ്ഞു, എനിക്കും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരുപാട് എൻജോയ് ചെയ്ത സമയമായിരുന്നു അത്. അപ്പോഴേക്കുമായിരുന്നു വീട്ടിലൊരാൾ വന്നത്. ആ സമയം നല്ല വിഷമവും അയാളോട് ദേഷ്യവും തോന്നി. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിരുന്നു. പുള്ളി പറഞ്ഞു, എനിക്കും അതെ. വീട്ടിൽ പോയിട്ട് ഞാൻ ചിന്തിച്ചു, കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ ഭാഗങ്ങൾ എല്ലാം തൊടാൻ സാധിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെപ്പോലെ തന്നെ ചേട്ടനും ചിന്തിച്ചു. ഞാനും അതേ കാര്യമാണ് ചിന്തിച്ചത്. പുള്ളി പറഞ്ഞു, സാരമില്ല, നമുക്ക് ഇനിയും അവസരം കിട്ടും, അപ്പോൾ നോക്കാം. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇന്നെന്നെ എക്സാമിന് കൊണ്ടുപോകണം എന്ന ഉദ്ദേശം മാത്രമേ പുള്ളിക്കുള്ളൂ. എന്നെ തൊടണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും പുള്ളിക്കില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ഞങ്ങളെത്തി. പെട്ടെന്ന് മഴ വന്നു. ആ സമയം എനിക്കെങ്ങനെയും അന്ന് നടന്നതിൻ്റെ ബാക്കി വേണം.
എൻ്റെ മനസ്സിൽ ആ ചിന്ത ഇങ്ങനെ കൂടി വന്നു. പുറത്തെ ആ ഈ മഴയിരുട്ടും മഴയും എല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ മുന്നിലെ സീറ്റിൽ വരട്ടെ? പുള്ളി ഓക്കെ പറഞ്ഞു. കാറ് സൈഡിലോട്ട് ഒതുക്കി. ഞാൻ പുറത്തിറങ്ങി. നല്ല തണുത്ത കാറ്റ് എൻ്റെ മുടിയെല്ലാം തട്ടി മാറ്റി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ സ്കർട്ടും കാലിൽ ചുറ്റി അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാറിൻ്റെ മുന്നിലെ സീറ്റിലോട്ടിരുന്നു. അകത്ത് കയറിയ ഉടനെ പുള്ളി ചോദിച്ചു, ഇത് പുതിയ സ്കർട്ടാണോ? മുന്നേ കണ്ടിട്ടില്ല. അതെ, ഇത് പുതിയ സ്കർട്ടാ. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. നല്ല രസമുണ്ട് നിന്റെ കാലിൽ സ്കർട്ട് കിടക്കുന്നത് കാണാൻ. നല്ല ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ നല്ല മഴയായിരുന്നു. കാറിൻ്റെ വിൻഡോ എല്ലാം അടച്ച് AC ഓൺ ചെയ്തു. ഞാൻ പറഞ്ഞു, നല്ല തണുപ്പ്. പുള്ളി ചോദിച്ചു, AC ഓഫ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. ആ സമയം എൻ്റെ ഉള്ളിലെ ആ പൂർത്തിയാകാത്ത ഇഷ്ടം പെട്ടെന്ന് മനസ്സിലോട്ട് വന്നു. അതെനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത സ്റ്റേജെത്തി. ഞാൻ ഉടനെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ കയ്യിൽ പിടിച്ചു. പതുക്കെ പുള്ളിയുടെ കയ്യെ അമർത്തി പിടിച്ചു. പുള്ളി പതുക്കെ കൈയെടുത്ത് എൻ്റെ കയ്യെയും അമർത്തി പിടിച്ചു. എൻ്റെ വിരലുകളെ ഓരോന്നായി അമർത്തുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യെ കോർത്ത് പിടിച്ചു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമുക്കിന്ന് എക്സാമിന് പോകേണ്ട, അവിടെ എത്തിയിട്ട് ഒരു റൂം എടുക്കാം. പുള്ളി പറഞ്ഞു, അത് പ്രോബ്ലം ആകില്ലേ? അത്രയ്ക്കുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എൻ്റെ ചേച്ചി അറിഞ്ഞാൽ എന്താകും? ആരും അറിയില്ല. നമ്മളന്ന് പകുതിക്ക് നിർത്തിയത് പൂർത്തിയാക്കാതെ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മനസ്സ് മുഴുവൻ അതാണ്. അതൊരു തവണയെങ്കിലും പൂർത്തിയാക്കണം. പിന്നെ നമുക്ക് ഇത് ആവർത്തിക്കണ്ട. ഒരു തവണ നമുക്കത് ആരും അറിയില്ല. നമ്മൾ ഇത്രയും ദൂരെയല്ലേ, ആരും പരിചയമുള്ളവരില്ല. പുള്ളി പറഞ്ഞു, എനിക്കും നല്ല ആഗ്രഹം തോന്നുന്നു. എന്തായാലും നമുക്ക് റൂം എടുക്കാം. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴും പുറത്ത് നല്ല മഴയാണ്. കാറിൻ്റെ വൈപ്പർ സ്പീഡിൽ ഗ്ലാസ്സിലൂടെ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം മുന്നേ ചേച്ചിയുടെ കഴുത്തിൽ കുറേ പാടുകൾ ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എന്തായെന്ന്. ഞാൻ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു. ചേച്ചി എല്ലാം പറഞ്ഞു. ഓ, അത് ശരി, നിങ്ങൾ ഓപ്പണായി സംസാരിക്കുമല്ലേ? അതെ, എല്ലാം പറയും. എനിക്ക് ആദ്യമായി ഇതൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് ചേച്ചിയാണ്. ഓഹോ, അതെപ്പോഴായിരുന്നു? എങ്ങനെയാണ് പഠിപ്പിച്ചത്? അത് ആരോടും പറയരുത്, ചേച്ചിയോടും പറയരുത്. നമ്മുടെ ഈ റിലേഷൻ പോലും അതും എൻ്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാകൂ. ഉറപ്പ്, ഞാൻ ആരോടും പറയില്ല, എന്നെ വിശ്വസിക്കാം. പറഞ്ഞു, അതെങ്ങനെയായിരുന്നു സംഭവം? അത് മുൻപൊരു ദിവസം വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു. അന്ന് നെറ്റിൽ ഒരു സിനിമ കാണുന്ന ടൈമിൽ ആ സിനിമയിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി ഒരു സീനുണ്ടായിരുന്നു. കുറച്ചധികം നീണ്ടു നിൽക്കുന്ന ഒരു സീനായിരുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ റിയലായിട്ട് ഉണ്ടാകുമോ? ചേച്ചി പറഞ്ഞു, അതെ ഉണ്ട്, എനിക്കും അനുഭവമുണ്ട്. കോളേജ് ഹോസ്റ്റൽ വെച്ച് എനിക്കും അനുഭവമുണ്ട്. അതെല്ലാം ഡീറ്റെയിലായി പറഞ്ഞു തന്നു. എല്ലാം കേട്ട് തീർന്നപ്പോൾ ഞാൻ ആകെ കിളിപോയ അവസ്ഥയായിരുന്നു. ഞാൻ ചോദിച്ചു, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ചേച്ചി പറഞ്ഞു, ഞാൻ ഓക്കെയാണ്. കോളേജ് ഹോസ്റ്റലിൽ സ്ഥിരം അതൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടവുമാണ്. നീ ആരോടും പറയില്ല എങ്കിൽ നമുക്കതൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ അന്ന് മുതൽ വല്ലപ്പോഴും വീട്ടിൽ ആരുമില്ല എങ്കിൽ ഞങ്ങളുടെ ടൈം പാസ് അതൊക്കെയായിരുന്നു. പുള്ളി പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അടിപൊളിയാണല്ലേ? അടിപൊളിയാ, എല്ലാം ഓപ്പണായി പറയും, എന്തും പറയാം. ഞങ്ങളൊരു ഫ്രണ്ട് പോലെ. നിങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് നൈറ്റ് ഉണ്ടായതെല്ലാം ചേച്ചി എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞോ? അതെ, എല്ലാം പറഞ്ഞു.
എല്ലാം കേട്ടപ്പോഴായിരുന്നു എനിക്ക് നിങ്ങളോടൊരു ത്രില്ല് തോന്നിയത്. അതെന്താ അങ്ങനെ ഒരു ത്രില്ല് തോന്നാൻ കാരണം? ചേച്ചിയുടെ കഴുത്തിലൊക്കെ കുറേ പാടുകൾ കണ്ടു ഞാൻ. അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ അനുഭവിക്കാൻ ഒരു ഇഷ്ടം തോന്നി. അതൊക്കെ ഇന്ന് പറ്റില്ല. ആരെങ്കിലും പാട് കണ്ടാൽ ഡൗട്ട് തോന്നും. അല്ല, ഡ്രസ്സും മറയുന്ന സ്ഥലത്ത് തന്നാൽ മതി. എനിക്കതൊക്കെ വേണം. കുറച്ച് ദിവസം എനിക്കതൊക്കെ കാണണം. അങ്ങനെയാണെങ്കിൽ തരാം. എനിക്കും അതൊക്കെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. 1 മണിക്കായിരുന്നു എക്സാം. ഞങ്ങൾ ട്രാഫിക് കുറവായതിനാൽ 11 മണിക്ക് തന്നെ എത്തി. എക്സാം സെൻറ്റർ കണ്ടുപിടിച്ചു. അവിടെ ലോഡ്ജെല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞു 11 മണിയായതേ ഉള്ളൂ, നമുക്കിപ്പോൾ ഒരു റൂം എടുക്കാം. 2 മണിക്കൂർ നമുക്കതിനൊക്കെ സമയം കിട്ടും. പിന്നെ എക്സാം എഴുതാം. അത് കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോയി ഒരു തവണ കൂടി അതൊക്കെ ചെയ്യാം. പുള്ളിയും പറഞ്ഞു അത് കൊള്ളാമല്ലോ, അതാകുമ്പോൾ എക്സാമും എഴുതാം, 2 തവണ കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പുള്ളി പറഞ്ഞു സൂപ്പർ, നീ ഒരു സ്പെഷ്യലാണ്. ഇതൊക്കെ ഇത്രയും ആഗ്രഹമുള്ള ഒരാളെ ആദ്യമായി കാണുക. ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് സമയം കളയണ്ട, വേഗം റൂം എടുക്കാം. എനിക്ക് നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. റൂമിൻ്റെ ഉള്ളിൽ കയറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുള്ളി റൂമിൻ്റെ ഡോർ അടച്ചു. ആ ഡോർ അടച്ച ശബ്ദം എൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലൂടെ ഞാൻ ചിന്തിച്ചു, എന്നെ ഇപ്പോൾ ചിന്തിച്ച് തീരുന്നതിന് മുന്നേ പുറകിൽ നിന്നും പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. പുറകിലൂടെയുള്ള ആ പിടുത്തം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ സ്കർട്ട് നല്ല സോഫ്റ്റ് തുണിയാണല്ലോ ഡി. ഇതെവിടെ നിന്ന് വാങ്ങിയതാണ്? ഇത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഈ ഡ്രസ്സല്ലേ ഉച്ചയ്ക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇടേണ്ടത്. അത് ചീത്താക്കണ്ട, അഴിച്ചു വെക്കാം. പുള്ളി സ്കർട്ട് ചുളുങ്ങാതിരിക്കാനായി റൂമിലെ ബെഡിൽ നിവർത്തിയിട്ടു. സ്കർട്ടിനെ കൈകൊണ്ട് തേച്ച് മടക്കൊക്കെ നിവർത്തി വെച്ചു. ടോപ്പിനെയും നന്നായി നിവർത്തി കൈകൊണ്ട് തേച്ച് ബെഡിൽ നിവർത്തി വെച്ചു. അപ്പോഴേക്കും പുള്ളിക്കൊരു ഫോൺ വന്നു. പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. പുള്ളി ഫോണിൽ സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു കൈ കൊണ്ട് എന്നെ തൊട്ടുകൊണ്ട് മറ്റേ കൈയിൽ ഫോൺ പിടിച്ച് പുള്ളി സംസാരിച്ചു. അങ്ങനെ ഫോൺ സംഭാഷണം കഴിഞ്ഞു. എപ്പോഴോ ഒരു തവണ ഞാൻ പുള്ളിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ കൈമാറ്റടി എന്നുള്ള പുള്ളിയുടെ അധികാരത്തോടെയുള്ള സംസാരം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കുറേ സമയം അനുസരണയോടെ ഞാൻ നിന്നു. പുറത്താണേലും നല്ല മഴ. ആ ഇടിവെട്ടും മഴയുടെയും ഒപ്പം ചേർന്ന് ഞങ്ങൾ ആ മഴയുടെ ശബ്ദം നന്നായി ആസ്വദിച്ച് അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. മഴ ശാന്തമായി. ഞാൻ മുടിയെല്ലാം നേരെ വെച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയി. നല്ല ക്ഷീണമുണ്ടായിരുന്നു എൻ്റെ മുഖത്തിന്. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ പോയി. ഡ്രസ്സ് മാറിയപ്പോൾ ആ പാടുകളെല്ലാം ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കുറച്ച് ദിവസം അതൊക്കെ ഓർക്കാനായിട്ടുണ്ടായിരുന്നു. അത്രയധികം പാടുകൾ എനിക്ക് പുള്ളി തന്നിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം ഇട്ട് PSC എക്സാം എഴുതാനായി ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്ത് പോയി. PSC എക്സാം സെൻറ്റർ എത്തി. എക്സാം എഴുതുന്ന സമയത്ത് പുള്ളി തന്ന പാടുകൾ ഓരോന്നും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സാം നന്നായി എഴുതി പുറത്തിറങ്ങിയപ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പുള്ളി എനിക്ക് ഒരു സാരി വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞു ഈ സാരി റൂമിൽ പോയിട്ട് ഉടുക്കണം. അധികം ക്യാഷൊന്നുമില്ല. ഈ സാരിക്ക് 350 രൂപയേ ഉള്ളൂ. ഉടുത്ത റൂമിൽ എൻജോയ് ചെയ്തിട്ട് പോകുന്ന വഴിയിൽ സാരി കളയാം. ആരെങ്കിലും കണ്ടാൽ പ്രോബ്ലം അല്ലേ? ഞാനും ഓക്കെ പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ ഒരു നീളമുള്ള സ്കെയിലിരുന്നു. ഞാൻ ചോദിച്ചു ഈ സ്കെയിൽ വാങ്ങിയതാണോ? പുള്ളി പറഞ്ഞു അതെ. നീ എക്സാമിന് എന്തെങ്കിലും എഴുതിയോ എന്ന് എനിക്ക് നോക്കണം. എഴുതിയില്ലെങ്കിൽ 2 തരാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ?
ഓ, അടിപൊളിയാണല്ലോ, എല്ലാം മുൻകൂട്ടി വാങ്ങി തയ്യാറായി നിൽക്കുകയാണല്ലേ. അങ്ങനെ റൂമിൽ വന്നു, ഡോർ അടച്ചു. റൂമിൽ കയറിയിട്ട് പുള്ളി പറഞ്ഞു, നിനക്കൊരു ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, നിന്നെ മടിയിലിരുത്തി ഞാൻ ചോക്ലേറ്റ് തരാം, ഇങ്ങ് വന്നേ. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി, എന്നെ പിടിച്ച് മടിയിലിരുത്തി ചോക്ലേറ്റ് കുറേശ്ശെ വായിൽ വെച്ച് തന്നു. കേട്ടനില്ലേ ചോക്ലേറ്റ്? എൻ്റെ ചോക്ലേറ്റ് അല്ലേ എൻ്റെ മടിയിലിരിക്കുന്നത്. ഓരോ തവണ ചോക്ലേറ്റ് എനിക്ക് തന്നിട്ട് പുള്ളിയുടെ കൈ വെറുതെ ഇരിക്കില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കൈ പോകുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ തൊട്ടുകൊണ്ടാണ് എനിക്ക് ചോക്ലേറ്റ് തരുന്നത്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കുറച്ച് സമയം ഇരുന്നതിന് ശേഷം പുള്ളി എഴുന്നേറ്റ് ടേബിളിൽ വെച്ചിരുന്ന സ്കെയിലെടുത്തു, എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഒരു കൈ പിടിച്ച് പറഞ്ഞു, എഴുന്നേൽക്ക്, നല്ല സ്കർട്ടാണല്ലോ, 2 തരട്ടെ. ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് ബാക്കിൽ 2 തന്നു. നല്ല രസമുണ്ട് നിൻ്റെ ഈ സ്കർട്ടിൽ അടിക്കാൻ. ഞാൻ പറഞ്ഞു, ഈ ശബ്ദം മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും കൊള്ളുന്നില്ല. നിന്നെ സാരി ഉടുത്ത് കാണാൻ കൊതിയാകുന്നു, വേഗം സാരി ഉടുത്തു വാ. അങ്ങനെ ഞാൻ സാരി ഉടുത്തു. റൂമിൽ വന്നപ്പോൾ പുള്ളിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ എടുത്ത് പൊക്കി കറക്കി താഴെ നിർത്തി നന്നായി കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നല്ല രസമുണ്ട് നിന്നെ ഈ സാരിയിൽ കാണാൻ, നീ ആകെ തണുത്തിരിക്കുകയാണല്ലോ. കുറച്ച് സമയത്തിനുള്ളിൽ സാരിയെല്ലാം ചുളുങ്ങി. സാരിയിൽ ഞാൻ ഒരുപാട് സമയം നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് സാരിയിൽ ഒരുപാട് ഇഷ്ടമാണെന്ന കാര്യം. അവസാനം സ്പീഡിൽ കറങ്ങുന്ന ആ ഫാൻ കണ്ടുകൊണ്ട് ഞാൻ കിടന്നു. പുള്ളി എൻ്റെ അടുത്തോട്ട് വന്ന് കിടന്നു. എൻ്റെ തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു, നീ സുന്ദരിയാണ് കേട്ടോ, ഈ മുഖം പോലെ തന്നെ എല്ലാം സുന്ദരമാണ്. നീ ആകെ ക്ഷീണിച്ചല്ലോ, മുടിയെല്ലാം കുലഞ്ഞു. എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? സൂപ്പർ ചേട്ടാ, ഞാൻ അതിൽ നിന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഞാൻ ഇനിയും റെഡിയാണ്. ആണോ? നീ ആൾ കൊള്ളാലോ, നിന്നെ കിട്ടുന്ന ആളിൻ്റെ ഭാഗ്യം. ഇനി നമുക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ ലോഡ്ജിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി. രാത്രിയായി. ഞാൻ മുന്നിലെ സീറ്റിലായിരുന്നു ഇരുന്നത്. പുള്ളി കൈയെടുത്ത് എൻ്റെ മടിയിൽ വെച്ച്. അതെനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു, മടിയിൽ അയാളുടെ കൈയിരിക്കുന്നത്. അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമർത്തുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ വീടെത്തി. അടുത്ത ദിവസങ്ങളിൽ പുള്ളി വീട്ടിൽ വരുമ്പോൾ അന്ന് നടന്നതൊക്കെ ഓർമ്മയിൽ വരും. ആരും കാണാതെയുള്ള ഞങ്ങളുടെ ചുറ്റിക്കളികൾ അങ്ങനെ തുടർന്നു. വല്ലപ്പോഴും പുള്ളി മാത്രമായി വീട്ടിൽ വരുമ്പോൾ എന്നെ മുകളിൽ കൊണ്ടുപോയി കുറച്ച് സമയം കൊണ്ട് പുള്ളി കാര്യം നടത്തി പോകാറുണ്ട്. വല്ലപ്പോഴും കിട്ടുന്ന ആ അവസരങ്ങൾ ഞാനും എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം, ഓണത്തിൻ്റെ തലേ ദിവസം, ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞു, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാനും ഈ മാതിരി കരിയുടെ എല്ലാം ഉള്ളതുകൊണ്ട് ഇതൊന്നും എനിക്ക് പ്രോബ്ലം അല്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇതൊന്നും വേണ്ട കേട്ടോ. നാളെ ഓണമല്ലേ, നല്ല സുന്ദരിയായി കസവ് പാവാടയൊക്കെ ഇട്ട് ഒരുങ്ങി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വാ. ഞങ്ങൾ 2 പേരും കൂടെ നിന്നെ ഒന്ന് സ്നേഹിക്കട്ടെ. ഈ സ്റ്റോറിക്ക് എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ലൈക്കും ചെയ്യണം. ഈ കഥയുടെ 3ാം ഭാഗം ഉടനെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.